NDP യോഗവുമായി ഐക്യം ചേർന്നാൽ സമദൂര നിലപാട് തെറ്റാകുമെന്ന് NSS ഐക്യവുമായി മുന്നോട്ടു പോകേണ്ടെന്ന് NSS ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു. ഇക്കാര്യം SNDP യോഗ നേതൃത്വത്തെ അറിയിച്ചെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കി. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ ഇതെല്ലാം അങ്ങനെ തുറന്ന് പറയാനായിട്ടിരിക്കുകയില്ല. അത് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. സമദൂരം എന്നുള്ള ഒരു കാര്യം നടക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് സംശയിക്കുമ്പോൾ സമദൂരത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നുകയില്ല, അത് നടപ്പാകുമോ? അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ആ യോജിപ്പിൻ്റെ പിന്നിൽ ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. ഒരു കാര്യം തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. വിട്ടില്ല. വരാനായിട്ട് അനുവാദം ചോദിച്ചു, പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. മിഥുൻ മുരളി വിവരങ്ങളുമായി ചങ്ങനാശ്ശേരിയിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ പ്രതീക്ഷയുള്ള ഒന്നാണ് NSS SNDP ഐക്യം എന്നത്. മുൻപ് മന്നത്ത് പത്മനാഭൻ്റെയും R. ശങ്കറിൻ്റെയും ഒക്കെ കാലത്ത് ഹിന്ദു മഹാമണ്ഡലം എന്ന പേരിൽ അത് യാഥാർത്ഥ്യമായിട്ടുമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് വളരെ പെട്ടെന്ന് NSS എത്തിയത്? സുകുമാരൻ നായർ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്? മിഥുൻ, ഗൗതം, 10 ദിവസം മുൻപാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ NSS SNDP ഐക്യം എന്നുള്ള ഒരു ആഹ്വാനം മുന്നോട്ട് വെച്ചത്. അതിനോട് യോജിക്കുന്ന നിലപാട് തന്നെയായിരുന്നു തുടക്കത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിക്കുകയും ചെയ്തത്. NSSും SNDPയും ചേർന്ന് മുന്നോട്ട് പോകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമൊക്കെ കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു സമൃദ്ധ ഗ്രൂപ്പ് എന്ന നിലയിൽ ഹൈന്ദവ വിഭാഗത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രബല ഹൈന്ദവ സംഘടനകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള കാര്യമായിരുന്നു NSS ജനറൽ സെക്രട്ടറി 9 ദിവസങ്ങൾക്ക് മുൻപ് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇന്നും മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് ഹൈന്ദവ സമുദായ സംഘടനകൾ ഒന്നിച്ചു നിൽക്കേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ SNDPയുമായിട്ടുള്ള ഐക്യത്തിന് വിഘടനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടാണ് ഈ SNDPയുമായി ഐക്യം ഉണ്ടാകേണ്ടതില്ല, ഐക്യ നിലപാടുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് NSS എത്തിയിരിക്കുന്നത്. ഇന്ന് NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗം ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചേർന്നു. 27 അംഗങ്ങളാണ് ഡയറക്ടർ ബോർഡിൽ ഉള്ളത്. ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തു. ഒരാൾ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിട്ടുനിന്നു. ഈ 26 അംഗങ്ങളും ഐക്യവുമായി അനുകൂലിച്ചു എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ ഐക്യ നീക്കം എന്നുള്ള ആശയം NSS ഡയറക്ടർ ബോർഡിൽ മുന്നോട്ട് വെച്ചതും അതിൽ നിന്ന് പിന്തിരിയാം എന്നുള്ള തീരുമാനം മുന്നോട്ട് വെച്ചതും താൻ തന്നെയാണ് സെക്രട്ടറി പറയുന്നു. ഇതിൽ പ്രധാനമായും അദ്ദേഹം ഈ ഐക്യ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് NSSന്റെ സമദൂര നിലപാടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ സമുദായ സംഘങ്ങളോടും സമദൂര നിലപാടാണ് NSS ഉള്ളത്. ഈ സമദൂര നിലപാട് തെറ്റും എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് SNDPയുമായി യോജിക്കേണ്ടതില്ല, ഐക്യ ആഹ്വാനത്തിന് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടോ സമുദായ സംഘടനകളോടോ NSS യോജിച്ച് പ്രവർത്തിയാൽ, ഐക്യവുമായി മുന്നോട്ട് പോയാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെയും സമുദായ സംഘടനകളുടെയും നിലപാടുമായി യോജിച്ചാൽ അത് സമദൂര നിലപാടെന്ന NSSന്റെ ആ അടിസ്ഥാന തത്വത്തിൽ മാറ്റം വരുത്തുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ NSSന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രം സൗഹൃദപരമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള നിലപാടായിരിക്കും മറ്റു സമുദായ സംഘടനകളോട് ഉണ്ടാവുക. അത്തരത്തിലുള്ള സൗഹൃദം SNDPയുമായി നിലനിർത്തുമെന്നും NSS ജനറൽ സെക്രട്ടറി പറയുന്നു. ഈ സമദൂര നിലപാട് തെറ്റുമെന്നുള്ള കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് SNDPയുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് NSS നേതൃയോഗം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളിയെ NSS ആസ്ഥാനത്തേക്ക്
ചർച്ച തുഷാർ വെള്ളാപ്പള്ളിയുമായി നടത്തട്ടെ എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇനി ഐക്യ ചർച്ചയ്ക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയെ NSS ആസ്ഥാനത്തേക്ക് അയക്കേണ്ടതില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തെ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. ഈ ഐക്യ നിലപാട് ഐക്യവുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് അടഞ്ഞ അധ്യായമാണ്. അതിൻ്റെ രൂപരേഖ പോലും തയ്യാറായിട്ടില്ല. പ്രാരംഭഘട്ട ചർച്ചകൾ മാത്രമാണ്, ആലോചനകൾ മാത്രമാണ് നടന്നത്. ഒരു രൂപരേഖയില്ലാതെ എങ്ങനെ മറ്റൊരു സമുദായ സംഘടനയുമായി ഐക്യത്തിൽ ഏർപ്പെടും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐക്യം എന്നുള്ളത് പൂർണ്ണമായും അടഞ്ഞ അധ്യായമാണ് എന്ന് തന്നെ ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് പകുതി ആയപ്പോൾ തന്നെ ഒരു പ്രസ് റിലീസ് NSS പുറത്തിറക്കി. അതിനുശേഷം ആണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലൂടെ SNDPയുമായി ഐക്യ സമീപനവുമായി മുന്നോട്ടില്ല എന്നുള്ളത് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഐക്യം എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് പ്രബല ഹൈന്ദവ സമുദായ സംഘടനകൾ ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായിരുന്നു. ഈ ആവശ്യകത NSS ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറിയും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഈ കാര്യം തന്നെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള കാര്യം NSS ജനറൽ സെക്രട്ടറി ഇന്നും ആവർത്തിച്ച് പറയുമ്പോഴും ആശയപരമായി പല കാര്യങ്ങളിലും യോജിക്കാൻ സാധിക്കാത്തതുകൊണ്ട് രാഷ്ട്രീയ നിലപാടുകളിലടക്കം മാറ്റം വരുത്തുമോ എന്നുള്ള ഭയാശങ്കകൾ NSSന് ഉള്ളതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദത്തിന് വിധേയപ്പെടേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് SNDPയുമായി ചേർന്ന് യോജിച്ചു പോകാൻ സാധിക്കില്ല. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ തലപ്പത്തുള്ള വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി NSS ആസ്ഥാനത്ത് ചർച്ചയ്ക്ക് എത്തുമ്പോൾ അത് രാഷ്ട്രീയപരമായി പോലും പരാമർശിക്കപ്പെട്ടേക്കാം എന്നുള്ള കാര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഐക്യ തീരുമാനം വേണ്ട എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് NSS എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രബലമായ രണ്ട് ഹൈന്ദവ സംഘടനകൾ തമ്മിൽ ഒന്നിക്കുന്നു എന്നുള്ളത് ചർച്ചാ വിഷയമായതാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട സമ്മർദ്ദ വിഭാഗമായി ഹൈന്ദവ ആവശ്യങ്ങൾ സംഘടനകൾ ഒന്നിച്ചുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും എന്നുള്ള തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇതിന് പിന്നിൽ NSSനെ പിന്നോട്ട് വലിക്കുന്നതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ NSS SNDP ഐക്യം എന്നത് ഇനിയും യാഥാർത്ഥ്യമാകുന്നില്ല. അതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. NSSന്റെ നയമായിട്ടുള്ള സമദൂരം തുടരും. ആ സമദൂരം തുടരണമെങ്കിൽ ഈ ഐക്യം യാഥാർത്ഥ്യമാകുക അസാധ്യമാണ് എന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്. മിഥുൻ മുരളിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും വിശദമായ വിവരങ്ങളുമായി ചേർന്നത്.